ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും കർഷകൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആലുവ, അതായത് എറണാകുളം ജില്ലയിൽ ആലുവയിൽ കുന്നുകര പഞ്ചായത്തിൽ നിന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള അതിമനോഹരമായിട്ട് നെല്ല് വിളഞ്ഞു കിടക്കണതാണ് ഈ കാണുന്നത്. കേരളത്തിലൊക്കെ ഇത് ഇന്ന് അപൂർവ കാഴ്ചകളിലൊന്നാണ്. കാരണം നെല്ലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതായത് കർഷകർ നെല്ല് നഷ്ടത്തിലാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു നെല്ലാണ് നമ്മൾ നട്ടെങ്കിൽ ആ നെല്ലുമ്പോൾ തന്നെ 9ഓളം കതിര് വരും എന്നുള്ളതാണ് ശരിക്കും. ആ 9ഓളം കതിരുമ്മ, അതിനകത്ത് ഒരു കതിരുമ്മ തന്നെ 150ഓളം മണികൾ വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒരു നെല്ലുമ്മ തന്നെ എത്ര അരിമണികൾ നമുക്ക് കിട്ടുമെന്ന് ആലോചിച്ചോ. അതായത് ഒരു മണിയിൽ നിന്ന് ഒരു 150 ഇരട്ടി നമുക്ക് അരിമണികൾ കിട്ടും എന്നാണ് ശരിക്കും ഇവിടുത്തെ കർഷകർ തന്നെ പറയണേ. എന്നിട്ടും ഈ കൃഷി ലാഭത്തിലല്ല എന്നാണ് പറയണേ. പുരാതന കാലത്ത്, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ പഴയ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഇലകൾ, കാട് ഇതെല്ലാം വെട്ടി നെല്ലിന് വളമായിട്ടിടും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല ചെയ്യണത്. ഇന്ന് അങ്ങനെ കാട് വെട്ടിക്കൊണ്ടുവരാനുള്ള കാടുകളൊന്നും കേരളത്തിലില്ല. അതുകൊണ്ട് ചെറിയ തോതിൽ രാസവളം ഇട്ട്, എന്നാലും ശരി 150ഓളം ഇരട്ടി ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ് ശരിക്കും ഈ നെൽകൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഉണ്ടായി നിൽക്കുന്ന ഓരോ നെൽമണിയിൽ നിന്ന് എത്ര എണ്ണം ഉണ്ടെന്നും നമുക്ക് ഈ പുരാതനമായ കർഷക രീതി എങ്ങനെയെന്നും നമുക്ക് ഇവിടുത്തെ കർഷകരോട് തന്നെ ഒന്ന് ചോദിക്കാം. വരൂ. പേരെന്താ? ഗോപി. ഈ സ്ഥലം ഏതാ? ഇത് കുറ്റിപ്പുഴ എന്ന് പറയും. എറണാകുളം ജില്ല കുറ്റിപ്പുഴ പാട്, കുന്നുകര പഞ്ചായത്ത്. പരമ്പരാഗത കൃഷി രീതികളെ കുറിച്ചൊന്ന് പറയുമ്പോൾ നെൽകൃഷി എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇതായിട്ട് യോജിക്കൂല. പറയണവർക്കില്ല. ഇപ്പം ഒരു പോപ്പ് എടുത്തിട്ട് ഈ ട്രാക്ടർ ഇറക്കി ഈ മണ്ണ് മുഴുവൻ മറിക്കും. അടിമണ്ണ്, ചുവന്ന മണ്ണ് മുകളിൽ വരും. പിന്നെ ഈ രാസവളമാണ് നട്ടു വന്നു തുടങ്ങി തട്ടി കൊടുക്കുന്നത്. ഞങ്ങൾ കൃഷി ചെയ്യണ സമയത്ത് ഈ വളമൊന്നുമില്ല. ചവറ്, ചാണാൻ, ചാരം, പിന്നെ എല്ലുപൊടി. നല്ല കാശുള്ളവന്മാർ എല്ലുപൊടി ഇടും. അത് 2 പൂപ്പ് 3 പൂപ്പ് കൃഷി ഇടുന്നു, ഒരു കുഴപ്പമില്ല. അന്ന് നല്ലോണം വിളവ് പോയി. അന്നത്തെ നെല്ലിനും ഇന്നത്തെ നെല്ലിനും അരിയും തമ്മിൽ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് അന്നത്തെ വളത്തിൻ്റെ ഇത്. അപ്പൊ നല്ല വളമിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഞ്ഞി കുടിക്കാൻ മതിയാവൂല. ഇന്നത്തെ തലമുറയോടൊക്കെ അതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, വിശ്വസിക്കില്ല. ഏത് കാലഘട്ടം തുടങ്ങിയ കേരളത്തിൽ അതൊക്കെ അന്യം നിന്നുകൊണ്ടിരുന്നത്? അതായത് ഒരു 80-85 തുടങ്ങിയത് മറ്റേപാടായി കൃഷിയൊക്കെ. അതായത് വിദേശ രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതി ഇവിടെ അവലംബിച്ച കാരണം നമ്മുടെ, അതായത് ജപ്പാൻ മോഡൽ ഇവിടെ വന്നു. അതാണ് സത്യം. പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ ഒരു കതിരുമ 50 മണി 60 മണിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇന്ന് 150 200 വരെ വരുന്നുണ്ടെന്ന് പറയണ്ടല്ലോ. അത് ഇതാണ് ഇത് അവന്റെ കൃഷിയുടെ വ്യത്യാസമാണ്. ഇപ്പൊ രാസവളം ഉപയോഗിക്കുന്നുണ്ട്. നെല്ല് ഇത് കൂടും. പക്ഷെ അരിക്ക് ആ നെല്ലിന് തൂക്കം ഉണ്ടാവില്ല, അരിക്ക് വലിപ്പം ഉണ്ടാവില്ല. മണി കൂടും കതിരുമ്പ. അതാണ് അന്ന് ഞങ്ങൾ ഈ ഇത്ര ഉണ്ട് ഒരേ നെല്ലിൻ്റെ മണി. ഒരു പുറം നെല്ലെന്ന് പറഞ്ഞാൽ 8 കിലോ ആണ് ഒരു പുറം നെല്ല്. ഒരു പുറം. പിന്നെ അത് നല്ലത് തൂക്കി കഴിഞ്ഞാൽ ചിലത് 10 കിലോ ഉണ്ടാവും. ഇപ്പം ഈ പുതിയ തലമുറ കൃഷിയിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണ്. എല്ലാ തലമുറയും കൃഷിയിലേക്ക് വരുന്നില്ല. എന്താണ് കാരണം എന്ന് വല്ലതും പറയും? അല്ല, ഇപ്പം ചെയ്യുന്നത് മുഴുവൻ ശാസ്ത്രീയമായിട്ടാണ് പോണത്. അതാണ് എൻ്റെ ചുരുക്കം. ഇപ്പോഴല്ലേ ലാഭം കൃഷി ചെയ്യാനായിട്ട് ഇത്രയും ടെക്നോളജി? ഇപ്പം ലാഭമാണ് കൃഷിക്കാർക്ക്, വേറെ ഒന്നുമില്ല. ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് ഉണ്ട്. എന്നിട്ട് ഇവിടെ കർഷകർക്കൊന്നും അവാർഡുകളോ അത് പിന്നെ എനിക്കായാലും ഞാൻ ഇവിടെ മുട്ട വെക്കേണ്ട, എനിക്ക് നഷ്ടമാണെന്ന് പറയുള്ളൂ. അല്ലെന്ന് നിസ്സാര ലാഭമുള്ളൂ. പക്ഷേ കൃഷിക്കാർക്ക് ഇപ്പോൾ നഷ്ടം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന വിളവില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. താങ്കൾ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഞാൻ ഇപ്പം എനിക്ക് കൃഷിയില്ല. ഞാനൊരു 30-35 കൊല്ലം കൃഷി ചെയ്തിട്ടുണ്ട്. അന്നത്തെ അനുഭവമാണ് ഇപ്പോൾ ഞാൻ വിവരിച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അന്ന് ഈ അവാർഡൊന്നുമില്ല. ഒന്നും കിട്ടിയില്ല. ഓക്കെ, താങ്ക് യു.